ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മിഡിൽ ഈസ്റ്റിലേക്കാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ഭീകരമായ വാർത്തകളാണ്. ഇത്തവണ ഇത് വെറും ഒരു ഇറാൻ ഇസ്രായേൽ പോരാട്ടമല്ല നമ്മൾ കാണുന്നത്. ഈ യുദ്ധത്തിന്റെ കനലുകൾ ഇപ്പോൾ പ്രിയപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിലേക്കും പടർന്നിരിക്കുകയാണ്. നമ്മൾ സ്വപ്ന നഗരം എന്ന് വിളിക്കുന്ന ദുബായ് ഇപ്പോൾ മിസൈൽ പുകയാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ലോകം ഇന്നേ വരെ കാണാത്ത അത്രയും വലിയൊരു യുദ്ധത്തിലേക്കാണ് പശ്ചിമേഷ്യ നീങ്ങുന്നത്. ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമീനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ തങ്ങളുടെ പ്രതികാരം തുടങ്ങിക്കഴിഞ്ഞു. ഈ വൻ പ്രതികാരം ഇപ്പോൾ അയൽ രാജ്യങ്ങളിലേക്കും നീണ്ടിരിക്കുന്നു. പക്ഷേ ഈ പ്രതികാരം ഇസ്രായേലിൽ മാത്രം ഒതുങ്ങില്ല. അമേരിക്കൻ ബേസുകൾ സ്ഥിതി ചെയ്യുന്ന ദുബായ്, അബുദാബി, കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ എന്നീ രാജ്യങ്ങൾ ഇപ്പോൾ ഇറാന്റെ ടാർഗറ്റിലുണ്ട്. ബുർജ് അൽ അറബ് ഹോട്ടലിന് നേരെ വരെ ആക്രമണമുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ ഗൾഫ് മേഖലയുടെ അവസ്ഥ? എന്താണ് ലോക നേതാക്കൾ പറയുന്നത്? നമ്മുടെ ലക്ഷക്കണക്കിന് പ്രവാസികൾ താമസിക്കുന്ന ഈ രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ്? പ്രവാസികൾ തിരികെ വരുമോ? പരിശോധിക്കാം. ആദ്യം തന്നെ നോക്കുന്നത് എന്തുകൊണ്ടാണ് ദുബായ് പോലൊരു നഗരം ഇറാനിന്റെ ടാർഗറ്റിൽ വന്നത് എന്നാണ്. അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, UAE-യിലും കുവൈറ്റിലും അതുപോലെ ബഹ്റൈനിലും അമേരിക്കയുടെ വലിയ സൈനിക താവളങ്ങളുണ്ട്. രണ്ടാമത്തേത്, ഇസ്രായേലുമായുള്ള UAE-യുടെ വർദ്ധിച്ചു വരുന്ന ബന്ധം. ഈ ആഴ്ച പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ തങ്ങളുടെ അയൽ രാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയെ സഹായിച്ചാൽ നിങ്ങളും അനുഭവിക്കുമെന്ന്. ആ ഭീഷണി ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ദുബായിലെ ഐക്കണിക് ലാൻഡ്മാർക്കായ ബുർജ് അൽ അറബ് ഹോട്ടലിന്റെ പുറംഭാഗത്ത് ഒരു ഡ്രോൺ പതിച്ച് തീപിടുത്തമുണ്ടായിട്ടുണ്ട്. ഭാഗ്യവശാൽ ആളപായമില്ലെന്നാണ് വിവരം. അതുപോലെ തന്നെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഒരു കോൺകോഴ്സിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് 4 ജീവനക്കാർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ മുതൽ ദുബായ്, ദോഹ, മനാമ എന്നീ നഗരങ്ങളിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇറാൻ ഏതാണ്ട് 137-ലധികം മിസൈലുകളും 200-ലധികം ഡ്രോണുകളുമാണ് UAE-ക്ക് നേരെ മാത്രം തൊടുത്തുവിട്ടത്. UAE-യുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിൽ ഭൂരിഭാഗവും തകർത്തുവെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങൾ വീണ് പലയിടത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അബുദാബി എയർപോർട്ടിലുണ്ടായ ആക്രമണത്തിൽ ഒരു ഏഷ്യൻ വംശജൻ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ദുബായ് എയർപോർട്ടിന് സമീപം ശക്തമായ സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് നേരിട്ടുള്ള ആക്രമണമല്ല, മറിച്ച് അമേരിക്കൻ ഡിഫൻസ് സിസ്റ്റം ഇറാന്റെ മിസൈലുകളെ ആകാശത്ത് വെച്ച് വെടിവെച്ചിട്ടപ്പോൾ ഉണ്ടായ സ്ഫോടനങ്ങളാണ് എന്നാണ് ഔദ്യോഗിക വിവരം. എങ്കിലും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. UAE-യുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ ഹൈ അലേർട്ടിലാണ്. പക്ഷേ ഇവിടെ ഓർക്കേണ്ടത്, ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അവയെ പൂർണ്ണമായും തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ദുബായ് പോലൊരു ഗ്ലോബൽ ബിസിനസ് ഹബിന് അത് താങ്ങാനാവില്ല. ടൂറിസം മേഖലയും സാമ്പത്തിക രംഗവും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ദുബായ് മാത്രമല്ല, കുവൈറ്റിലും ബഹ്റൈനിലെയും അമേരിക്കൻ ബേസുകൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തിക്കഴിഞ്ഞു. കുവൈറ്റിലെ അലി അൽ സലീം എയർബേസ് ലക്ഷ്യമാക്കി വന്ന മിസൈലുകൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നാണ് വിവരം. ബഹ്റൈനിലാകട്ടെ അമേരിക്കയുടെ 5th ഫ്ലീറ്റ് ആണ് ആസ്ഥാനം. ഇതിനെ തകർക്കാൻ ഇറാൻ ശ്രമിച്ചാൽ അത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ നാവിക യുദ്ധത്തിന് കാരണമാകും. ഈ രാജ്യങ്ങളിലെല്ലാം നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട്. അവരുടെ സുരക്ഷയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യചിഹ്നം. പല കമ്പനികളും തങ്ങളുടെ ജീവനക്കാരോട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ പോലും പേടിക്കുന്ന ഒരു അവസ്ഥയാണ് പലയിടത്തും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറാന്റെ കരുത്ത് അവരുടെ ടാങ്കുകളോ വിമാനങ്ങളോ അല്ല. ഇറാന്റെ കരുത്ത് അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും മിസൈൽ സാങ്കേതിക വിദ്യയുമാണ്. ഖമേനി കൊല്ലപ്പെട്ടതോടെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഇപ്പോൾ ഒരു നിയന്ത്രണമില്ലാത്തൊരു തരം ആവേശത്തിലാണ് എന്ന് വേണം പറയാൻ. അവരുടെ ലക്ഷ്യം ഇതാണ്: അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ എവിടെയൊക്കെ ബേസുകൾ ഉണ്ടോ അവിടെയെല്ലാം ആക്രമിക്കുക. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ കപ്പൽപ്പടയുടെ ആസ്ഥാനങ്ങൾക്ക് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായി കഴിഞ്ഞു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്ക വിമാനയാത്ര തന്നെയാണ്. ദുബായ്, അബുദാബി, ദോഹ, കുവൈറ്റ് എയർപോർട്ടുകൾ ഇപ്പോൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങിയ ഇന്ത്യൻ വിമാന കമ്പനികൾ ഗൾഫിലേക്കുള്ള എല്ലാ സർവീസുകളും റദ്ദാക്കി. ആയിരക്കണക്കിന് മലയാളികളാണ് ഇപ്പോൾ എയർപോർട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്. നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ സുരക്ഷിതമായി തുടരുക എന്നാണ് ഇന്ത്യൻ എംബസികൾ നൽകുന്ന അടിയന്തര നിർദ്ദേശം. ജനലുകൾക്കരികിൽ നിൽക്കരുത്, തുറസായ സ്ഥലങ്ങളിൽ പോകരുത്. വരും മണിക്കൂറുകൾ അതിനിർണായകമാണ്. ഇന്ത്യൻ എംബസികൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനുകൾ തുറന്നിട്ടുണ്ട്. ദുബായിലെ ജബൽ അലി പോർട്ടിൽ ഒരു വലിയ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിന്റെ അർത്ഥം ലോകത്തെ എണ്ണ വിപണി സ്തംഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഇതിനിടയിൽ ഇറാന്റെ ഉള്ളിലും വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഖമേനിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ മറുപടി ആയിട്ടില്ല. താൽക്കാലികമായ ഒരു ഭരണസമിതി അധികാരം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും മിലിറ്ററി കമാൻഡർമാരും മത നേതാക്കളും തമ്മിലുള്ള അധികാര വടംവലി ഇറാന്റെ തിരിച്ചടിയെ കൂടുതൽ അപകടകരമാക്കും. ട്രംപ് പറയുന്നത് ഇനിയും ആക്രമണം തുടരുമെന്നാണ്. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ പ്രഹരശേഷിയുള്ള സൈനിക നീക്കം അഥവാ അൺപ്രസിഡന്റഡ് ഫോഴ്സ് ഉപയോഗിച്ച് ഇറാനെ നാമാവശേഷമാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ആത്യന്തിക മുന്നറിയിപ്പ്.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി നടത്തിയ 3 ഘട്ടങ്ങളായുള്ള സമാധാന ചർച്ചകളും പരാജയപ്പെട്ടത് ഈ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയെന്ന് തന്നെ പറയാം. നയതന്ത്രത്തിന്റെ വാതിലുകൾ ഓരോന്നോരോന്നായി അടഞ്ഞതോടെ ഇസ്രായേൽ നടത്തിയ ആ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്സ്, അതായത് ശത്രു നീങ്ങുന്നതിന് മുൻപേ തിരിച്ചടിക്കുക എന്ന തന്ത്രം ഇന്ന് പശ്ചിമേഷ്യയെ മൊത്തമായി വിഴുങ്ങുന്ന ഒരു റീജിയണൽ വാർ അഥവാ പ്രാദേശിക യുദ്ധമായി മാറിയിരിക്കുകയാണ്. യുഎഇയും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും തങ്ങളുടെ മണ്ണിലെ അമേരിക്കൻ സാന്നിധ്യം അവരെ വേട്ടയാടുകയാണ്. ഇനി ഇതിന്റെ ഇക്കണോമിക് സൈഡ് നോക്കാം. ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ലോകത്തെ ഓയിൽ സപ്ലൈ നിലയ്ക്കും. ക്രൂഡ് ഓയിൽ വില ബാരലിന് $150 കടക്കാനാണ് സാധ്യത. ഇത് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വിലയിൽ വലിയ വർധനവുണ്ടാക്കും. പ്രവാസികൾ പണം അയക്കുന്നത് കുറയുന്നതും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. ചുരുക്കത്തിൽ ഈ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ മാത്രമായി ഒതുങ്ങില്ല, അത് നമ്മുടെ ഒക്കെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കും. സ്ഥിതിഗതികൾ വളരെ ഗൗരവകരമാണ്. ഗൾഫിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് എംബസിയുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക എന്നതാണ്. അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുക. സോഷ്യൽ മീഡിയയിലെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കരുത്. ചരിത്രം തിരുത്തിക്കുറിച്ചൊരു പകലിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ആയിരക്കണക്കിന് ടാങ്കുകളോ വിമാനങ്ങളോ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സ്വാധീനം തന്റെ തന്ത്രങ്ങളിലൂടെ ഉണ്ടാക്കിയ അലി ഖമേനി എന്ന യുഗം അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ അധികാരത്തിന്റെ ഈ ചതുരംഗക്കളത്തിൽ ചീട്ടുകൊട്ടാരം പോലെ തകരുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ സമാധാനമാണ്. ഇന്ന് തെഹ്റാനിലും ദുബൈയിലും കുവൈറ്റിലും ഉയരുന്ന പുകപടലങ്ങൾ ഒരു യുദ്ധത്തിന്റെ മാത്രം സൂചനയല്ല, മറിച്ച് അനിശ്ചിതത്വത്തിന്റെ കൂടെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.